ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിന് സംസ്ഥാന സർക്കാർ നൽകുന്ന ആദരവും ഇന്ന് വൈകുന്നേരം മലയാളം വാനോളം ലാൽസലാം എന്ന പേരിൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഹൻലാലിനെ ആദരിക്കും. സൗജന്യമായി പരിപാടിയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് റിനു ശ്രീധർ തത്സമയം ചേരുന്നു. അതിൻ്റെ ഒരുക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് സംസ്ഥാന സർക്കാർ. റിനു, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയായി ഒരുക്കങ്ങൾ? വലിയ പരിപാടിയാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് എസ് കെ. എന്തായാലും സംസ്ഥാനത്തിന്റെ ഒരു ബഹുമതി മലയാളത്തിന്റെ നടന വിസ്മയം മോഹൻലാലിന് നൽകുന്നു. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയതിനെ തുടർന്നാണ് മോഹൻലാൽ ഇത്തരമൊരു ആദരവിലേക്ക് പോകുന്നത്. സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന പരിപാടിയിൽ ആദരം സമർപ്പിക്കുമെന്നുള്ളതാണ്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ ഒരുക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന മന്ത്രി വി ശിവൻകുട്ടി തലസ്ഥാനത്തിന്റെ മന്ത്രി കൂടിയാണ്. ഇപ്പോൾ ഇവിടെ ഈ ഒരുക്കങ്ങളൊക്കെ തന്നെ വിലയിരുത്തുവാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. മിനിസ്റ്ററെ, ഒരുക്കങ്ങളൊക്കെ ഏതുവരെ എത്തി? തീരുമാനിച്ച പോലുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ്. പരമാവധി ആൾക്കാർക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കുവാനും മോഹൻലാലിനെ കാണുവാനും ഒക്കെയുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയധികം ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള കസേരയും സംവിധാനവും ഒരുക്കുന്നത് ആദ്യമായിട്ടാണ്. എല്ലാ ഒരുക്കങ്ങളും ഇപ്പം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പം വൈകുന്നേരം ചടങ്ങ് ആരംഭിച്ചാൽ മാത്രം മതിയാവും. ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? ഈ വലിയ ഒരു ക്രൗഡ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാധാരണഗതിയിൽ കഴിഞ്ഞ കുറേ പ്രോഗ്രാം നടത്തിയൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. സ്കൂൾ ഭജനോത്സവം, കേരളീയം ഒക്കെ നടത്തിയുള്ള എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പിന്നെ പാർക്കിങ്ങിന് വേണ്ടിയും അതുപോലെ തന്നെ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ എല്ലാം നല്ല നിലയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി, സാംസ്കാരിക മന്ത്രി എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം പറയും 1-2 കാര്യം. അതെ എസ് കെ. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും കൂടെ ഉണ്ട് നമ്മളോടൊപ്പം. മിനിസ്റ്റർ, എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ? എല്ലാം ഇതിന്റെ സംഘാടനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ശിവൻകുട്ടി മിനിസ്റ്റർ അല്ലേ? മിനിസ്റ്റർ പറഞ്ഞു വിശേഷങ്ങൾ. എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ 6 ദിവസം കിട്ടിയുള്ളൂ. 6 ദിവസം കൊണ്ട് ഒരു സംഘാടനം പ്രയാസകരമായിരുന്നു. പക്ഷെ മികച്ച തരത്തിൽ തന്നെ അതിന്റെ സംഘാടനം നടത്താൻ ഞാൻ കഴിഞ്ഞു. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പൂർണ്ണ സഹായവും പിന്തുണയും കിട്ടി. വകുപ്പ് ഏകോദര സഹോദരങ്ങളെ പോലെ സാംസ്കാരിക വകുപ്പ് പ്രവർത്തിച്ചു. ഒരു ടീം വർക്കായിരുന്നു. അതിന്റെ ഫലമായിട്ട് മികച്ച തരത്തിലുള്ള ഒരു പ്രോഗ്രാമായിട്ട് ഇത് മാറും. ഇപ്പോൾ മിക്കവാറും എല്ലാ ആർട്ടിസ്റ്റുകളും വന്നു കഴിഞ്ഞു. റിഹേഴ്സൽ തുടങ്ങി കഴിഞ്ഞു. തീർച്ചയായിട്ടും കൃത്യം 4:30 മണിക്ക് തന്നെ പരിപാടി സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെയാണ് എസ് കെ എൻ. എന്തായാലും മലയാളത്തിന്റെ മഹാനടന് വലിയ രീതിയിലുള്ള സ്വീകാര്യത അല്ലെങ്കിൽ സ്വീകരണം, ആദരവ് നൽകുവാൻ വേണ്ടി തന്നെയാണ് സംസ്ഥാന സർക്കാർ മലയാളം വാനോളം ലാൽസലാം എന്ന പേരിൽ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. മലയാള സിനിമയിൽ മഹാനടൻ മോഹൻലാലിനൊപ്പം അഭിനയിച്ച നടിമാർ ഉൾപ്പെടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യൻ സിനിമയുടെ ഭാഗമായിട്ടുള്ളവർ ഉൾപ്പെടെ ഈ പരിപാടിയിൽ ഭാഗമാകുന്നുണ്ട്. എസ് കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.